ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ക്യാൻവ യൂസ് ചെയ്ത് ഇമേജിന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം. ക്യാൻവ പ്രോ ആക്റ്റീവ് ചെയ്തവർക്ക് ഇഫക്ട്സ് എന്നതിൽ പോയാൽ നിങ്ങൾക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. നിങ്ങൾ ക്യാൻവ പ്രോ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി remove.bg എന്ന സൈറ്റിൽ പോയതിനു ശേഷം അവിടെ നിന്നും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. ഇനി ഞാൻ ഈ ഫോട്ടോ കുറച്ച് എൻലാർജ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ കളർ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ബ്ലൂ കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ക്യാൻവ യൂസ് ചെയ്ത് ഈ ഒരു ഫോട്ടോയ്ക്ക് വൈറ്റ് ബോർഡർ കൊടുക്കുന്നത് എന്ന് നോക്കാം. ഇതിനായി ആദ്യം ഞാൻ ഈ ഫോട്ടോ സെലക്ട് ചെയ്തു. അതിനുശേഷം എഫക്ട്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് ഷാഡോസ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ വന്നിരിക്കുന്ന ഗ്ലോ എന്ന ഓപ്ഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ട്രാൻസ്പെറൻസി, ബ്ലർ, സൈസ് എന്നെല്ലാം കാണാം. ഇതിൽ ഞാൻ ഈ ട്രാൻസ്പെറൻസി 100% ആക്കുകയാണ്. അതിനുശേഷം ബ്ലർ എന്നത് ഞാൻ 0% ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു കറുത്ത ബോർഡർ ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഇവിടെ സൈസ് എന്നതിൽ ഡ്രാഗ് ചെയ്യാം. ഇനി ഈ ബോർഡറിൻ്റെ കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഇവിടെ താഴെ ഒരു കളർ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വൈറ്റ് എന്നത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വൈറ്റ് ബോർഡർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് ഇവിടെ ഡ്രാഗ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം. ഇങ്ങനെ വളരെ ഈസിയായി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയ്ക്ക് ക്യാൻവ യൂസ് ചെയ്ത് വൈറ്റ് ബോർഡർ സെറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്